അപ്പോൾ ഗൈസ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടി പോകായിരുന്നു. തൊട്ടടുത്തൊരു വീട്ടിലാട്ടോ വിളിച്ചത്, ഞങ്ങളുടെ ഫ്രണ്ട് വീട്ടിൽ. കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്ക് നൈറ്റായിരുന്നു. അപ്പം ഫുഡ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവളങ്ങോട്ട് വിളിച്ചു. പിന്നെ കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. യൂണിഫോം ഞങ്ങൾക്ക് ആഴ്ച 3 ദിവസം ഡ്യൂട്ടി ഉണ്ടല്ലോ. അപ്പം യൂണിഫോം പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ ആക്കി കിട്ടണം, ഡ്രൈ ആക്കി കിട്ടണം. കുളിച്ചപ്പോൾ കണ്ണിൻ്റെ ഇടയിൽ ഒരു ഇത് പോയിട്ടോ, ഷാമ്പു പോയിട്ട് എല്ലാം ഒന്ന് വാഷ് ചെയ്ത് സെറ്റാക്കി മുടിയൊക്കെ ഒന്ന് ഡ്രൈ ചെയ്ത് റെഡിയാകാൻ തുടങ്ങുമായിരുന്നു. അപ്പം പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് വന്ന് ഉറങ്ങാമെന്നുള്ള പ്ലാനായിരുന്നു ഞങ്ങൾക്ക് രണ്ടാക്കും കേട്ടോ. അപ്പം എല്ലാം സെറ്റായി ഞങ്ങൾ രണ്ടാളും റെഡിയാവുമായിരുന്നു. ഇവിടെ നിന്ന് 5 മിനിറ്റ് പോക്കുള്ളൂ കേട്ടോ, തൊട്ടടുത്താണ്. അപ്പം ഞങ്ങൾ മലയാളീസ് എല്ലാം ഒരാളെ ഡ്യൂട്ടിക്കുള്ളൂ, ബാക്കി എല്ലാവരും ഞങ്ങളവിടെ കൂടാമെന്ന് ഓർത്തുന്നു. അപ്പോൾ ഇടയ്ക്കൊന്ന് കൂടാറുണ്ട് കേട്ടോ. നാട്ടിലാണെങ്കിൽ നമ്മൾ ഫാമിലിയായിട്ട് മീൻസ് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവുക അങ്ങനെയൊക്കെയാണല്ലോ. ഇതിപ്പം നമ്മൾ UK വരുമ്പോൾ നമ്മുടെ ഫാമിലി ശരിക്കും ഇവരൊക്കെ തന്നെയാണ്. എന്തായാലും നന്നായിട്ട് പോകുന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടും റെഡിയാകുവാണ്. ഹെയറിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ജസ്റ്റ് മുടി ചീകി ഇടുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. ഹെയർ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളൂ, കാരണം ഹെയർ സ്റ്റൈലൊന്നും അധികം ട്രൈ ചെയ്യാത്ത ആളാണ്. ജസ്റ്റ് മുടി ചീകി ഇടുകയുള്ളൂ കേട്ടോ. പിന്നെ എന്താ, ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് ഫേസിലൊന്നും ചെയ്തില്ല, കണ്ണും എഴുതിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. പിന്നെ റെഡിയായ ശേഷം കുറച്ച് ഫോട്ടോഷൂട്ടായിരുന്നു. അത് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, ഫോട്ടോഷൂട്ട് ഇല്ലാണ്ടുള്ളൊരു കളിയില്ലല്ലോ അല്ലേ. പിന്നെ ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ ആയിരിക്കും. അപ്പോൾ 2-3 ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പുറത്തിറങ്ങി 1-2 വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ രണ്ടാളും കൂടെ പോവാട്ടോ. എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഒരു ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഞങ്ങൾ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പം ഉണ്ടായിരുന്നു, ചിക്കൻ കറിയും എല്ലാം കഴിച്ചു. എല്ലാവരും കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിങ്ങനെ സെറ്റായിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോന്നു. വീട്ടിൽ പോകുന്ന ശേഷം ഒരു 4 മണിക്കൂർ ഉറങ്ങിയിട്ടു കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റായി കണ്ടത്. പിന്നെ ചായയും കുടിച്ചു. ഒരു കേക്ക് ഉണ്ടായിരുന്നു, ഈസ്റ്ററിൻ്റെ കേക്ക്, ചോക്ലേറ്റ് ഐസ് കേക്കാണ് കേട്ടോ. അതും കഴിച്ചു. രാത്രിയത്തെ ഫുഡ് ചിക്കൻ ഫ്രൈയും കുബൂസിൻ്റെ ഒരു ഹാഫ് എടുത്തു.